ഹലോ വെൽക്കം മോൾ അസ്സലാമലൈക്കും. അപ്പം ഇന്ന് ഞാൻ എൻ്റെ അമ്മമ്മൻ്റെ വീട്ടിൽ നോമ്പെടുക്കാൻ പോവാണ്. അത് ഞാൻ നടന്നു പോകണം, ഞാൻ മാത്രം ബസ്സിനാണ്. എൻ്റെ അമ്മ വല്യപ്പൻ്റെ വണ്ടിനുള്ളു. അപ്പോൾ അതാ അമ്മമ്മൻ്റെ വീട്ടിലെത്തി. കറിക്കുള്ള സാധനങ്ങൾ വല്യപ്പ റെഡിയാക്കാണ്. രാവിലെ തന്നെ വോയിസ് ഓവർ കൊടുക്കുന്നതിനെ കൊണ്ട് വോയിസിനധികം ക്ലിയറൊന്നുമില്ല. എന്താ കറിക്കുള്ള കാര്യം ഉള്ളി ഒക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വല്യപ്പ. അത് വലിയ മാമനാണ് അവിടെ കുത്തിരിക്കണേ. പിന്നെ മോനും മോളും. ഈ കാണുന്നതിൻ്റെ ചെറിയ മാമനാണ്. ഓരോ മക്കളൊക്കെ കുറച്ചു നേരം കഴിഞ്ഞിട്ട് വരുന്നതാണ് പറഞ്ഞ്. പിന്നെന്താ പറയുക, ഇനി നമ്മൾ പള്ളിയിൽ പോവാണ്. പിന്നെ ഇതാ ഒരു ഐറ്റം സമൂസയും ഇറച്ചിക്കൊക്കെ വാങ്ങിക്കണ്. സമൂസ വറുത്തില്ല, ആ വറുത്തും കൊണ്ട് നിൽക്കുകയാണ്. പൊരിച്ചില്ല, ആ പൊരിച്ചും കൊണ്ട് നിൽക്കുകയാണ്. ചെറിയ മാമൻ അത് പൊരിച്ചും കൊണ്ട് നിൽക്കുകയാണ്. ചെറിയ വാക്കിൽ പിയോഗങ്ങളൊക്കെ വന്നാണ്, അത് ക്ഷമിക്കുക. പിന്നെ ഇതാ വേറൊരു ഐറ്റം പൂരി വലിയ മാമയാക്കുന്നുണ്ട്. ഇതാ വെള്ളം കലക്കാൻ. പ്രത്യേകിച്ച് തറവാട്ടിൽ എല്ലാവരും കൂടി ഒത്തുചേർന്നിട്ടുള്ള നോമ്പ് തറ ഒരു നല്ല രസം തന്നെയാണ്. നിങ്ങളെ അനുഭവം എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ ഇതാ നമ്മളെ കഥാനായകൻ എൻ്റെ ചെറിയ അനിയൻ ഇവിടെ കളിച്ചോണ്ടൊക്കെയാണ്. പിന്നെ ഇതെൻ്റെ അമ്മമ്മൻ്റെ വീട്ടിലൊരു പ്രത്യേകിച്ചുള്ളൊരു പഴമാണ്. സുറിമാഞ്ചറി എന്നാണ് ഇതിൻ്റെ പേര്. ഇത് അങ്ങനെ എവിടെയും അധികം കണ്ടിട്ടില്ല. ഇതല്ല പുളിയും മധുരം കൂടിയുള്ള രുചിയാണ് ഇതിൻ്റെത്. വീഡിയോ കാണുന്ന ആരെങ്കിലും വീട്ടിൽ ഇതുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതാ പൈനാപ്പിൾ ജ്യൂസ്, വേറൊരു ഡ്രിങ്കിൻ്റെ ഐറ്റം. പിന്നെ എൻ്റെ അമ്മമ്മൻ്റെ സ്പെഷ്യൽ ഐറ്റമാണ് തരിക്കഞ്ഞി. അതെല്ലാവർക്കും അറിയാലോ. അത് വിട്ട് എൻ്റെ അമ്മമ്മക്കൊരു കളിയില്ല, അതില്ലാതെ നോമ്പറില്ല. പിന്നെ എൻ്റെ അമ്മമ്മൻ്റെ വീട്ടിലുള്ള പട്ടൻ്റെ ഇലയാണ് നമ്മൾ ബിരിയാണിയിലും നെയ്ച്ചോറിലൊക്കെ ഇടണേ. പിന്നെ എനിക്ക് ഹൈറ്റ് കുറവായതിനെ കൊണ്ട് എന്നെ തന്നെ എല്ലാവരും ഏൽപ്പിക്കുള്ളൂ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഹൈറ്റ് കൂടുതലാണ്. ഇത് ഞാൻ കരിവേപ്പില വരയ്ക്കുകയാണ് ഗൈസ്. പിന്നെ ഇതാ നേരത്തെ വരുന്ന പറഞ്ഞാൽ ചെറിയ മാമൻ്റെ മക്കൾ ഓരോക്കെ വരുന്നുണ്ട്. ബാങ്ക് കൊടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ നല്ല അടിപൊളി മഴ പെയ്യുക. പിന്നെ എപ്പോഴും മഴ ഇതാണ് ഉണ്ടാവണമെന്ന് കന്നോല്, പക്ഷെ അതൊന്നും സംഭവിച്ച്. അപ്പം നമ്മൾ സ്പെഷ്യൽ കാൻഡിൽ വിത്ത് ഇഫ്താർ മീറ്റായി. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പായിട്ടിട്ട് നമ്മൾ നിലത്താ നോമ്പെറുക്കായിരുന്നു. ഒരു പ്രത്യേക രസമാണ് കഴിച്ചത്. എല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് നോമ്പെറുക്കാന്ന് വെച്ചാൽ. പിന്നെ നോമ്പെറുക്കാൻ നമ്മളെ വലിപ്പൻ്റെ പെങ്ങൾ, എൻ്റെ ചെറിയ മാമന്, വലിയ മാമന്, ഓരോ മക്കൾ എല്ലാവരും ഉണ്ടായിനി. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരാം. അസ്സലാമു അലൈക്കും.